നിങ്ങളുടെ വീട്ടിൽ അവസാനമായി എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിച്ചത് എപ്പോഴാണ്? ഓർമ്മ വരുന്നില്ല എങ്കിൽ ഈ വീഡിയോ പൂർണ്ണമായി കാണണം. ക്രിസ്തുവിൽ പ്രിയപ്പെട്ടവരെ, സ്വാഗതം. പണ്ട് സന്ധ്യയാകുമ്പോൾ നമ്മുടെ വീടുകളിൽ കേട്ടിരുന്ന ഒരു ശബ്ദമുണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥനയുടെയും പാട്ടിൻ്റെയും ശബ്ദം. ഇന്നോ ടിവിയും റീലും മൊബൈലും ആ സമയം കൈയടക്കി. ആദ്യം മുടങ്ങുന്നത് സന്ധ്യാപ്രാർത്ഥന തന്നെ. ഇന്ന് തിരക്കാണ്, നല്ല ക്ഷീണമുണ്ട് എന്നൊക്കെയുള്ള ന്യായങ്ങൾ യഥാർത്ഥത്തിൽ സാത്താൻ വച്ച് നീട്ടുന്ന കെണികളാണ്. കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ ആ വീട്ടിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്ന് ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നോക്കാം. 4 കാര്യങ്ങളാണ് ഇന്ന് പറയുന്നത്. അവസാനം വരെ കാണുക, കാരണം 4ാമത്തെ കാര്യം നിങ്ങളെ ശരിക്കും ചിന്തിപ്പിക്കും. 1. ദൈവിക സംരക്ഷണത്തിൻ്റെ മതിൽ തകരുന്നു. കുടുംബ പ്രാർത്ഥന നിർത്തുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് വീടിന് ചുറ്റുമുള്ള ദൈവീക സംരക്ഷണത്തിൻ്റെ മതിൽ പൊളിഞ്ഞു വീഴുന്നു എന്നതാണ്. മത്തായി 26:41 യേശു ശിഷ്യന്മാരോട് പറയുന്നു, നിങ്ങൾ പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക. ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനം. നമ്മൾ ജീവിക്കുന്നത് ഒരു ആത്മീയ മരുഭൂമിയിലാണ്. കോട്ടയ്ക്കുള്ളിലെ സൈന്യത്തിന് മതിൽ എത്ര സുരക്ഷിതം തരുന്നോ അത്ര തന്നെ സുരക്ഷയാണ് ഒരു കുടുംബത്തിന് ഒരുമിച്ചുള്ള പ്രാർത്ഥന നൽകുന്നത്. പണ്ട് സന്ധ്യാപ്രാർത്ഥന മുടങ്ങാതെ നടന്നിരുന്ന വീടുകളിൽ ദുർമരണങ്ങളും ലഹരിയുടെ പിടിയും വളരെ കുറവായിരുന്നു. ഇയ്യോബ് 1 സാത്താൻ തന്നെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, നീ അവനും വീടിന് ചുറ്റും വേലി കെട്ടിയില്ലേ? ദൈവഭയമുള്ള കുടുംബങ്ങൾക്ക് ചുറ്റും ദൈവം വേലി കെട്ടിയിട്ടുണ്ട്. പ്രാർത്ഥന ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ സ്വയം ആ വേലി പൊളിച്ചു മാറ്റുകയാണ്. പ്രാർത്ഥന ഇല്ലാത്ത വീട്ടിലേക്ക് കടക്കാൻ പിശാചിന് വലിയ പണിയൊന്നും വേണ്ട. മൊബൈൽ സ്ക്രീനിലൂടെയും ചെറിയ ചിന്തകളിലൂടെയും അവൻ മെല്ലെ അകത്ത് കയറും. ഓർക്കുക, പ്രാർത്ഥന മുടങ്ങുമ്പോൾ നിങ്ങൾ വീടിൻ്റെ കാവൽക്കാരനെയാണ് പടിക്ക് പുറത്താക്കുന്നത്. 2ാമത്തെ കാര്യം, സമാധാനക്കേട്. ഇന്ന് പല വീടുകളിലും ഭർത്താവും ഭാര്യയും മക്കളും മാതാപിതാക്കളും തമ്മിൽ സമാധാനമില്ല. രാവിലെ മുതൽ രാത്രി വരെ വഴക്കും ബഹളവുമാണ്. എന്തുകൊണ്ടാണ് വിവാഹമോചന കേസുകൾ ഇത്ര കൂടുന്നത്? ആഴത്തിൽ നോക്കിയാൽ അവിടെ കാണുന്നത് പ്രാർത്ഥനയുടെ അഭാവമാണ്. മത്തായി 18:20 യേശു പറയുന്നു, 2 or 3 പേർ എൻ്റെ നാമത്തിൽ ഒത്തുകൂടുന്നിടത്ത് അവരുടെ മധ്യേ ഞാനുമുണ്ട്. കുടുംബം ഒരുമിച്ച് മുട്ടുകുത്തുമ്പോൾ ആ മുറിയിൽ യേശു വന്ന് നിൽക്കുന്നു. യേശു ഉള്ളിടത്ത് സമാധാനമുണ്ട്. പ്രാർത്ഥന മുടങ്ങുമ്പോൾ ദൈവസാന്നിധ്യം കുറയുന്നു. സാത്താൻ്റെ സ്വാധീനം കൂടുന്നു. കോപവും അസംതൃപ്തിയും അനുസരണക്കേടും അവൻ ഓരോരുത്തരുടെയും മനസ്സിൽ വിതയ്ക്കും. എന്നും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന വീട്ടിൽ ക്ഷമിക്കാൻ എളുപ്പമാണ്. കാരണം ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ എന്ന വാക്ക് ദിവസവും ചൊല്ലുന്ന ആൾക്ക് ദീർഘകാലം പിണങ്ങിയിരിക്കാൻ കഴിയില്ല. പ്രാർത്ഥന നിലയ്ക്കുമ്പോൾ ഈ ക്ഷമ ഇല്ലാതാകും. ഈഗോ കൂടും. വീട് നരകമാകും. അതുകൊണ്ട് വീട്ടിലെ സമാധാനക്കേടിന് കാരണം തിരയാൻ ജോത്സ്യൻ്റെ അടുത്തേക്കല്ല പോകേണ്ടത്, പ്രാർത്ഥനാ മുറിയിലേക്കാണ് നോക്കേണ്ടത്. 3ാമത്തെ കാര്യം, നമ്മുടെ മക്കൾ അനുസരിക്കുന്നില്ല, പള്ളിയിൽ പോകാൻ മടിയാണ് എന്ന് പല മാതാപിതാക്കളും പരാതി പറയുന്നു. പക്ഷേ നമ്മൾ സ്വയം ചോദിക്കണം, അവർക്ക് നമ്മൾ എന്ത് മാതൃകയാണ് കാണിച്ചത്? സദൃശവാക്യങ്ങൾ 22:6 ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറില്ല. കുട്ടികൾ നമ്മുടെ വാക്കല്ല, പ്രവൃത്തിയാണ് അനുകരിക്കേണ്ടത്. സന്ധ്യയ്ക്ക് മാതാപിതാക്കൾ മൊബൈലിലാണെങ്കിൽ മക്കളും അത് തന്നെ ചെയ്യും. പക്ഷേ എത്ര തിരക്കിലും അപ്പനും അമ്മയും ബൈബിളുമായി പ്രാർത്ഥിക്കാനിരിക്കുന്നത് കാണുന്ന കുട്ടി ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാൻ പഠിക്കും. കുടുംബ പ്രാർത്ഥന മുടങ്ങുമ്പോൾ കുട്ടികൾക്ക് കിട്ടേണ്ട ആത്മീയ അടിത്തറ നഷ്ടമാകുന്നു. അവർ വലുതായി കോളേജിലോ വിദേശത്തോ പോകുമ്പോൾ അവരെ താങ്ങി നിർത്തുന്നത്
കുട്ടിക്കാലത്ത് കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഓർമ്മകളാണ്. യൂറോപ്പിലെ പല വലിയ ദേവാലയങ്ങളും ഇന്ന് മ്യൂസിയങ്ങളായി മാറിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? കുടുംബ പ്രാർത്ഥന നിലച്ചു. വിശ്വാസം അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ കഴിഞ്ഞില്ല. കേരളത്തിലും ഇന്ന് ഈ അവസ്ഥ വേഗം പടരുകയാണ്. മക്കൾക്ക് വലിയ വിദ്യാഭ്യാസത്തെക്കാളും സ്വത്തിനേക്കാളും വേണ്ടത് ദൈവഭയമാണ്. പ്രാർത്ഥന മുടങ്ങുമ്പോൾ നമ്മൾ അവരെ ആത്മീയമായി അനാഥരാക്കുകയാണ്. നാലാമത്തെയും അവസാനത്തെയും കാര്യം അനുഗ്രഹങ്ങൾ തടസ്സപ്പെടുന്നു എന്നതാണ്. നമ്മുടെ അധ്വാനം കൊണ്ടാണ് പണം ഉണ്ടാകുന്നതെന്ന് നമ്മൾ കരുതും. പക്ഷേ ദൈവാനുഗ്രഹം ഇല്ലാതെ അധ്വാനം വ്യർത്ഥമാണ്. സങ്കീർത്തനം 127:1. യഹോവ വീട് പണിയാതിരുന്നാൽ പണിയുന്നവർ വൃഥ അധ്വാനിക്കുന്നു. ആവർത്തനം 28:2 പറയുന്നു, യഹോവയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് വന്ന് ഭവിക്കും. കുടുംബ പ്രാർത്ഥന ഒരു യാചന മാത്രമല്ല, അത് ദൈവത്തോടുള്ള നന്ദി പ്രകാശനം കൂടിയാണ്. നന്ദിയുള്ള ഹൃദയത്തിലാണ് ദൈവം കൂടുതൽ അനുഗ്രഹം ചൊരിയുന്നത്. എത്ര പണം സമ്പാദിച്ചാലും അത് രോഗത്തിനോ കേസിനോ വേണ്ടി ചോർന്നു പോകുന്നത് പലരും കാണുന്നുണ്ട്. പ്രാർത്ഥനയില്ലാത്ത വീട്ടിൽ സമൃദ്ധി ഉണ്ടായേക്കാം, പക്ഷേ സമാധാനത്തോടെയുള്ള ദൈവാനുഗ്രഹം ഒരിക്കലും ഉണ്ടാകില്ല. അതുകൊണ്ട് ബിസിനസ്സും ജോലിയും ആരോഗ്യവും എല്ലാം നന്നാകാൻ പ്രാർത്ഥനയിലേക്ക് തിരികെ വരിക. ഈ 4 കാര്യങ്ങളും ഗൗരവമുള്ളതാണ്. സംരക്ഷണത്തിൻ്റെ മതിൽ, കുടുംബ സമാധാനം, മക്കളുടെ ഭാവി, ദൈവാനുഗ്രഹം, ഇവയെല്ലാം കുടുംബ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥന മുടങ്ങിയിട്ട് ദിവസങ്ങളോ മാസങ്ങളോ ആയെങ്കിൽ അതോർത്ത് വിഷമിക്കേണ്ട. ഇന്നു മുതൽ വീണ്ടും തുടങ്ങാം. മൊബൈൽ ഒരു സൈഡിൽ വയ്ക്കൂ. കുടുംബം ഒന്നിച്ചു കൂടും. ഒരു പാട്ടുപാടൂ. ഒരു ധ്യാനം വയ്ക്കൂ. കൈകൾ കോർത്ത് പ്രാർത്ഥിക്കൂ. മാറ്റം നിങ്ങൾ കാണും.